ലോകനാർക്കാവ് കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽ വടകര ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് ലോകനാർക്കാവ്. ലോകനാർക്കാവ് പ്രദേശം മലബാറിൻ്റെ ചരിത്രത്തിൽ തന്നെ പ്രധാന പങ്ക് വഹിച്ചിരുന്നതെന്ന് അനുമാനിക്കുന്നു. ലോകനാർക്കാവിൻ്റെ തിരുസന്നിധിക്ക് തൊട്ടടുത്ത് പയങ്കുറ്റിമല മുത്തപ്പ ഭഗവാൻ വാണരുളുന്നു. ലോകനാർക്കാവ് ക്ഷേത്രം 3 ക്ഷേത്രങ്ങളടങ്ങുന്ന ഒരു സമുച്ചയമാണ്. പ്രധാന ക്ഷേത്രം ഭഗവതി ക്ഷേത്രമാണ്. വടക്കുഭാഗത്തായി ശിവക്ഷേത്രവും അതിന് തൊട്ടടുത്തായി വിഷ്ണു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. കോഴിക്കോട് ജില്ല വടകരയിൽ നിന്ന് 4 കിലോമീറ്റർ കുറ്റ്യാടി പേരാമ്പ്ര റോഡ്, 2 റോഡുകളാണ്. ഒന്ന് വടകരയിൽ നിന്ന് കുറ്റ്യാടി പോകുന്ന വഴിക്ക് കാവൽ റോഡുണ്ട്. അതേപോലെ തന്നെ വടകരയിൽ നിന്ന് പേരാമ്പ്ര പോകുന്ന വഴിക്ക് കാവൽ റോഡുണ്ട്. 4 കിലോമീറ്ററാണ് വടകരയിൽ നിന്ന്. ഈ 4 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ലോകനാർക്കാവ് ലൊക്കേഷൻ എത്തി. അതേപോലെ തന്നെ ഇവിടെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന സംഗീതജ്ഞനായിട്ടുള്ള യേശുദാസിൻ്റെ ഗുരുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ലോകനാർക്കാവാണ്. ക്ഷേത്രത്തിന് സമീപമുള്ള പേരാക്കൂൽ മഠം എന്ന് അറിയപ്പെട്ടിരുന്ന അയ്യർ മഠത്തിലാണ് അദ്ദേഹം പൂജാതനായത്. 8 വയസ്സുവരെ ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് വളർന്ന് അതിനുശേഷമാണ് പാലക്കാട് ചെമ്പൈ ഗ്രാമത്തിലേക്ക് അദ്ദേഹം താമസം മാറ്റിയത്. അടുത്ത കാലം വരെ ചെമ്പൈയുടെ മഠം ഇവിടെ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. കാലപ്രവാഹത്തിൽ ആ മഠങ്ങളൊക്കെ പറിച്ച് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ഒട്ടനവധി ചരിത്ര പുരുഷന്മാർ, കടത്തനാട്ട് മാധവിയമ്മ
അറിയപ്പെടുന്ന കവയിത്രിയാണ്. അവരുടെ ജന്മസ്ഥലവും ലോകനാർകാവ് ക്ഷേത്രത്തിന് സമീപം തന്നെയാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഈ ലോകനാർകാവ് ക്ഷേത്ര സമുച്ചയം ഭക്തി നിർഭരമായ ശാന്തമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇവിടെ ഭക്തിപൂർവ്വം ഉപാസിക്കുന്ന ഏവർക്കും ഭഗവതി ശിവ വിഷ്ണു ചൈതന്യം ഏവർക്കും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുർഗ, ശിവൻ, വിഷ്ണു എന്നീ 3 ശക്തികളും അടുത്തടുത്തായി വരിക അപൂർവമാണ്. വൈഷ്ണവ, ശാക്തേയ, ശൈവ സങ്കല്പങ്ങളുടെ സമന്വയം സാക്ഷാത്കരിച്ച അപൂർവ ക്ഷേത്രമാണ് ലോകനാർക്കാവ്. ഭഗവതി രാത്രികാലങ്ങളിൽ ദേശസഞ്ചാരത്തിനിറങ്ങുമെന്നാണ് വിശ്വാസം. ദേവിയുടെ പള്ളിയുറക്കം ക്ഷേത്രത്തിലല്ല, മനക്കൽ തറവാട്ടിലാണ്. അവിടെ ദേവിയുടെ പള്ളിയറയുണ്ട്. പള്ളിയറയിലെ മണിക്കട്ടിൽ അമ്മയുടെ ശയനസ്ഥാനമെന്നതാണ് വിശ്വാസം. പ്രശസ്ത സംഗീത സാമ്രാട്ട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മഗ്രഹം ലോകനാർക്കാവിലെ പേരാക്കുൽ മഠമാണ്. വിദ്യാദേവതയായ ലോകാംബികയുടെ അനുഗ്രഹമാണ് അദ്ദേഹത്തെ ലോകപ്രസിദ്ധ സംഗീതജ്ഞനാക്കി തീർത്തത്. പാലക്കാട് ചെമ്പൈ ഗ്രാമത്തിൽ നിന്ന് ഈ ദേവീഭക്തൻ ലോകാംബികയുടെ അനുഗ്രഹത്തിനായി ഇടയ്ക്കിടെ ലോകനാർക്കാവിലെ തിരുസന്നിധിയിലെത്തി സംഗീതാർച്ചന നടത്താറുണ്ടായിരുന്നു. എല്ലാ വർഷവും തിരുവോണനാളിൽ അവകാശികളായ നെയ്ത്തുകാർ നെയ്തെടുത്ത ഓണപ്പുടവ കാരണവന്മാർ എഴുന്നള്ളിച്ച് ഭഗവതിക്ക് സമർപ്പിക്കുന്നു. ഒരു വർഷത്തേക്ക് ദേവിക്കുള്ള പുടവയാണിത്. തിരുവോണത്തിനും വിഷുവിനും ക്ഷേത്രസ്ഥാപകരുടെ പിന്മുറക്കാരായ പുരുഷന്മാർ നാളികേരം കൊണ്ടുവന്ന് ചെറിയ ചിറയിൽ മുക്കി ശുദ്ധി വരുത്തിയ ശേഷം വരിവരിയായി നിന്ന് തിരുനടയിലും ഭൂതത്തേവർ നടയിലും ആദ്യം ഓരോന്ന് എറിഞ്ഞുടയ്ക്കുന്നു. അതിനുശേഷം തിരുനടയിലെ തേങ്ങയേറ് കല്ലിൽ തേങ്ങ എറിഞ്ഞുടയ്ക്കുന്നു. ചടങ്ങ് കഴിഞ്ഞാൽ തേങ്ങാക്കഷണം അവകാശികൾക്ക് പ്രസാദമായി നൽകും. ഉച്ചപൂജയ്ക്ക് നട അടച്ചു തുറക്കുമ്പോൾ ലോക മലയാർക്കാവിൽ ഭഗവതിയെ എന്ന് അവർ തിരുമുന്നിൽ വച്ച് ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ തിരുനടയിലെ മുഴുവൻ ഭക്തജനങ്ങളും ഇതേ പ്രാർത്ഥന ഉരുവിടും. ലോകനാർക്കാവിലമ്മയുടെ വിഗ്രഹം നൽകുന്ന സന്ദേശം മനുഷ്യൻ്റെ ഉൾക്കണ്ണ് തുറപ്പിക്കുന്നതാണ്. സ്വയം അറിയുക എന്നതാണ് ആ സന്ദേശം. എല്ലാ രംഗങ്ങളിലും മിതത്വം പാലിക്കുക, ജീവിക്കുക,
ജീവിക്കാൻ അനുവദിക്കുക. ലോകനാർക്കാവിലമ്മയുടെ ഈ സന്ദേശങ്ങൾ അർത്ഥവത്താണ്. എല്ലാവരും സമന്മാരാണെന്നും എല്ലാ രംഗങ്ങളിലും മിതത്വം പാലിക്കണമെന്നുമാണ് ലോകനാർക്കാവിലമ്മയുടെ സന്ദേശം. ക്ഷേത്ര കാരണവന്മാരുടെ ഒരു കുടുംബത്തിൽപ്പെട്ടാണ് ഞാൻ. പിന്നെ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും വരുന്ന ഒരാളാണ്. എന്നും വൈകുന്നേരം വന്ന് അമ്മയുടെ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടത്തി പോകും. എന്നോട് മനന്നൊന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും. എത്രയോ ആൾക്കാർ ദൂരെ നിന്നൊക്കെ വന്നിട്ട് ഒരു പ്രാവശ്യം വന്നവരെന്നെ പിന്നും പിന്നും കാര്യങ്ങൾ പറഞ്ഞ് നടത്തി പോകാനുണ്ട്. അമ്മ വിളിച്ചാൽ വിളിയേക്കുന്ന അമ്മയാണ്. അതുപോലെ തന്നെയാണ് താഴത്ത് വിഷ്ണു, ശിവൻ. ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം വിഷ്ണുവാണ്. പിന്നെ ഇത് നേരത്തെ ഒരാളന്മാരെ കൈവശമായിരുന്നു. ഇപ്പോൾ അത് മലബാർ ദേവസ്വം പോകേണ്ടില്ല. ഞാനൊരു എളിയ ഭക്തനാണ്. ലോകനാർക്കാവിലമ്മയുടെ മുമ്പിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ദീപാരാധനയ്ക്ക് ഇവിടെ ഉണ്ടായിരിക്കും. ഭഗവതിയോട് എന്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയുന്നോ അത് അതുപോലെ തന്നെ സാധിക്കുന്ന അനുഭവമുണ്ട് എനിക്ക്. ആ ഒരു വിശേഷം വളരെ പ്രധാനമാണ് ലോകനാർക്കാവിൽ. ഏറ്റവും നല്ല ഭക്തിക്കുള്ള കേന്ദ്രമാണ് ലോകനാർക്കാവ്. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പുരാതനമായിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. എന്തായാലും വളരെ സന്തോഷം. നല്ലത്. ഞാൻ ഈ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് വരാറുണ്ട്. കടത്തനാടിൻ്റെ അഭിമാനവും ചിരപുരാതനവുമായി ലോകപ്രശസ്തമായ ക്ഷേത്രമാണ്. ഇവിടുത്തെ അമ്മയെ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമായിട്ടൊന്നുമില്ല. അമ്മ ദേവി ശരണം. ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയഖനികളാണ് ക്ഷേത്രങ്ങൾ. അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്നു. ശതത്തെ ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം എന്നതാണ് പ്രമാണം. അതായത് മനസ്സിൻ്റെ മുറിവുകളെ, വ്യഥകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രം. ദേഹം ദേവാലയമായി ചിത്രീകരിച്ചാൽ ജീവൻ ആ ദേവാലയത്തിൻ്റെ ദേവനാണ്. ദേഹത്തിൽ എങ്ങനെയാണോ ജീവൻ, അതുപോലെയാണ് ക്ഷേത്രത്തിൽ ദേവചൈതന്യം. ക്ഷേത്രാരാധനയുടെ
പ്രാഥമ ലക്ഷ്യം അവനവനിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തുകയാണ്. ഈശ്വരൻ്റെ അടയാളമായ ക്ഷേത്രം, അതിലെ വിഗ്രഹം, ദീപം മുതലായവ ദർശിക്കുന്നത് നമ്മുടെ കണ്ണുകളെയും ചന്ദനം, ചന്ദനത്തിരി, കർപ്പൂരം എന്നിവയുടെ സുഗന്ധം നമ്മുടെ മൂക്കിനെയും പ്രസാദം, തീർത്ഥം എന്നിവ സേവിക്കുന്നതും ഈശ്വര മന്ത്രം ജപിക്കുന്നതും നമ്മുടെ നാവിനെയും ശംഖനാദം, മണിനാദം, മന്ത്രധ്വനി, സോപാന സംഗീതം മുതലായവ നമ്മുടെ ചെവികളെയും ചന്ദനം, ഭസ്മം, തീർത്ഥം എന്നിവ നെറ്റിയിലും ശരീരത്തിലും ലേപനം ചെയ്യുന്നത് നമ്മുടെ ത്വക്കിനെയും ലൗകിക അസാൻമാർഗിക വിഷയങ്ങളിൽ നിന്നും താൽക്കാലികമായി എങ്കിലും പിന്തിരിപ്പിച്ച് ഈശ്വര സങ്കല്പത്തിൽ ലയിപ്പിക്കുന്നു. കാലം ചെല്ലുമ്പോൾ ക്ഷേത്രദർശനം കൂടാതെ തന്നെ മനസ്സ് ഈശ്വരനിൽ എല്ലായ്പ്പോഴും വർത്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ക്ഷേത്രത്തിൽ മാത്രമല്ലാതെ സർവചരാചരങ്ങളിലും അവസാനം സ്വയം തന്നിലും സർവ്വവ്യാപിയായും പരമാത്മാവുമായ ഈശ്വരൻ്റെ വിശ്വരൂപം ദർശിച്ച് മനുഷ്യൻ മുക്തനാവുകയും ചെയ്യുന്നു. ഇതാണ് ക്ഷേത്രസങ്കല്പത്തിൻ്റെ പ്രാധാന്യം. ശാസ്ത്രപ്രകാരം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് പണിത് ദേവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ഒരു നാടിൻ്റെ ജീവൽ നാഡിയാണ്. ഷഡാധാരക്രിയയിലൂടെയാണ് ക്ഷേത്ര നിർമ്മാണവും വിഗ്രഹപ്രതിഷ്ഠയും നിർവഹിക്കുന്നത്. വിഗ്രഹമെന്നാൽ വിശേഷാൽ ഗ്രഹിക്കുന്നതാണെന്നാണ് അർത്ഥം. താന്ത്രിക വിധി ഏറ്റവും കൃത്യമായി പാലിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിൽ ദേവചൈതന്യം കുടിയേറും.